നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മൊയിനേനെ നമ്മുടെ ബീറ്റ ഫ്രൈസിന് ഏറ്റവും ഒരുവിധം സൈസായാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് മൊയിന. അപ്പോൾ അത് നമുക്ക് ലോക്കലായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കാരണം സ്റ്റാർട്ടർ കൾച്ചറിന് മാത്രം ആവശ്യമുള്ളൂ. അത്യാവശ്യം ഏറ്റവും നല്ലൊരു ലൈഫ് ഫീഡ് എന്ന് തന്നെ മൊയിനേനെ പറയാം. കാരണം ഇവരങ്ങ് ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന ഒരു ജീവിയായ കാരണം നമ്മൾ ഓവർ ഫീഡ് എത്ര ചെയ്താലും അത് ബാക്കിയുള്ള മൊയിന അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. നമ്മുടെ മീനുകൾക്ക് അത് പിന്നീട് അവറ്റങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കഴിക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ ഇവറ്റങ്ങൾക്ക് അർട്ടിമിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവറ്റങ്ങ് ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചത്തു കഴിഞ്ഞാൽ വെള്ളം ചീത്തയാവും. അപ്പോൾ വേസ്റ്റ് മാക്സിമം ഒഴിവാക്കുന്ന ഒരു ലൈഫ് ഫീഡാണ് മൊയിന. ഏറ്റവും നല്ല ഗ്രോത്തും കിട്ടും. 70% പ്രോട്ടീൻ കണ്ടൻറ്റും ഈ മൊയിനയ്ക്കുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഫീഡാണ്. പിന്നെ ഫൈറ്ററിൻ്റെ ഏകദേശം ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്ത് വേട്ടയാടി ഇരകളെ പിടിക്കുന്ന ഒരു മീനാണ് ഫൈറ്റർ. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേരും. പിന്നെ രണ്ട് മെയിലിനെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഫൈറ്റ് ചെയ്യുന്ന കാരണവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫീഡാണ് ഇവറ്റങ്ങൾക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മൊയിന ശരിക്കും നല്ല വെള്ളത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവറ്റങ്ങ് ഇങ്ങനെ വെള്ളത്തിൽ നല്ല സ്പീഡിൽ ഓടി നടക്കുന്നതാണ് ഈ കൂത്താടിയൊക്കെ പോലെ. ഈ ബീറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കൂത്താടി. കാരണം അവറ്റങ്ങളുടെ ആ ഒരു ഓട്ടം അല്ലെങ്കിൽ അവറ്റങ്ങ് ഇങ്ങനെ ചാടി അങ്ങനെ കൂത്താടി പോകുന്നത് കൊണ്ടാണ്, മൂവ്മെൻറ്റ് കാരണമാണ് ബീറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫുഡായിട്ട് കൂത്താടീനെ പറയുന്നത്. അപ്പോൾ മൊയിനയാണെങ്കിലും അതുപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. അപ്പോൾ ഇവറ്റങ്ങൾക്ക് ഒരു ആക്റ്റീവായിട്ട് ഇരിക്കുന്നതിന്, കാരണം ഇത്രയും ചെറിയൊരു ഗ്ലാസ്സിൽ അങ്ങനെയൊക്കെ വളർത്തുന്ന ഫിഷായ കാരണം ഇവറ്റങ്ങൾക്ക് ഒരു വേട്ടയാടി തിന്നുന്ന ഒരു എഫക്റ്റ് തന്നെ ഈ മൊയിന തിന്നുമ്പോൾ ഉണ്ടാകും. അപ്പം മീനുകൾക്കും വളരെ നല്ലതാണ് ഈ മൊയിന കൊടുക്കുന്നത്. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ 70% പ്രോട്ടീൻ ഉണ്ട്. നല്ലൊരു ലൈഫ് ഫീഡാണ്. അതുകൊണ്ടും മൊയിന നല്ലതാണ്. പിന്നെ ഈ വേസ്റ്റ് വരുന്നില്ല മൊയിന കൊടുക്കുമ്പോൾ. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. സോ മൊയിന എപ്പോഴും നമ്മുടെ ഫൈറ്റർ ബേബീസിന് തിന്നാൻ പാകമായാൽ ഏറ്റവും നല്ലൊരു ലൈഫ് ഫീഡാണ് മൊയിന എന്ന് പറഞ്ഞത്. കാരണം വാട്ടർ ക്വാളിറ്റി ഇതെല്ലാം വെള്ളം ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫൈറ്ററിന് പാടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എണ്ണം നമ്മുടെ കയ്യിലുണ്ടാകും. അപ്പോൾ അത് കാരണം ഓരോന്നിനും നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരു നേരം കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പിന്നീട് ഒരു ദിവസത്തേക്കുള്ള ഫീഡ് തന്നെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ ഒരു പാത്രത്തിൽ തന്നെ ഒരു 30 മൊയിന 40 മൊയിനയുടെ അടുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും അവറ്റങ്ങൾക്ക് ഒരു ദിവസത്തേക്കുള്ള ഫീഡായിട്ട് അവറ്റങ്ങ യൂസ് ചെയ്തോളും. അപ്പോൾ അവറ്റങ്ങൾക്ക് ഒരു ആക്റ്റീവായിട്ട് നിൽക്കാനും ഇത് സഹായിക്കും. അപ്പോൾ മൊയിന ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ഫൈറ്റർ ബേബീസ് തിന്നാൻ പാകമായാൽ അപ്പോൾ മൊയിന കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.